പഹൽഗാം ഭീകരാക്രമണത്തിൽ അച്ഛൻ എൻ രാമചന്ദ്രൻ കൺമുന്നിൽ വെടിയേറ്റു വീഴുന്നതിന് സാക്ഷിയായിട്ടും ധൈര്യം ചോർന്നു പോകാതെ പകച്ചു നിൽക്കാതെ സമയോചിതമായി കൂടെയുള്ള 2 മക്കളെയും ചേർത്തു പിടിച്ച് ദുർഘടമായ പാതകൾ താണ്ടിയോടിയ ആരതിയെ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ മലയാളികൾ. എങ്കിലും ആ കുടുംബത്തിനുണ്ടായ വേദനയിൽ കേരളം മുഴുവൻ പങ്കുചേരുമ്പോൾ മങ്ങാട്ട് വീടിൻ്റെ മുറ്റത്ത് വിങ്ങിപ്പൊട്ടുകയാണ് നടൻ ശങ്കർ. നേരം സിനിമയിലൂടെ ശ്രദ്ധ നേടിയ ശങ്കറിൻ്റെ അച്ഛൻ ഇന്ദുചൂഡൻ്റെ കസിനാണ് കൊല്ലപ്പെട്ട രാമചന്ദ്രൻ. ആരതി ചേച്ചി വളരെ ധൈര്യപൂർവ്വം ഈ ദുരവസ്ഥയെ നേരിട്ടു. അതിന് ചേച്ചിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ചേച്ചിയുടെയും കുട്ടികളുടെയും കൺമുന്നിൽ വച്ചാണ് അങ്കിളിന് വെടിയേറ്റത്. നടന്ന സംഭവത്തിൻ്റെ ഷോക്കിൽ കുട്ടികളെയും വാരിയെടുത്ത് ചേച്ചി കാട്ടിനുള്ളിലേക്ക് ഓടുകയായിരുന്നു. ഷീലാൻറ്റിക്ക് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ ആൻറ്റി കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എങ്ങനെയൊക്കെയോ ഓടി ചേച്ചി അമ്മയുടെ അടുത്തെത്തി വിവരം പറഞ്ഞു. പക്ഷേ ആൻറ്റിക്ക് ഹൃദയസംബന്ധമായ അസുഖമുള്ളത് കാരണം ചേച്ചി അച്ഛൻ്റെ മരണവാർത്ത പറഞ്ഞില്ല. നാട്ടിൽ എത്തുന്നതുവരെ അങ്കിളിൻ്റെ മരണവിവരം ഷീലാൻറ്റി അറിഞ്ഞിരുന്നില്ല. 2 പിഞ്ചു കുട്ടികളെയും കൊണ്ട് ഈ അവസ്ഥയെ അതിജീവിച്ച ചേച്ചിയെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത്? ചേച്ചിയും കുട്ടികളും ഇപ്പോഴും മുന്നിൽ കണ്ട സംഭവത്തിൻ്റെ ഷോക്കിലാണ്. കൺമുന്നിൽ വച്ച് അച്ഛൻ പിടഞ്ഞു വീണതും കുഞ്ഞുങ്ങളുമായി തോക്കിനു മുന്നിൽ നിസ്സഹായയായി നിന്നതും ചേച്ചിക്ക് എങ്ങനെ മറക്കാൻ കഴിയുമെന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ശങ്കർ ഇന്ദുചൂഡൻ പറഞ്ഞത്. ഏപ്രിൽ 22-ന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിഷ്കരുണം കൊല്ലപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട അമ്മാവൻ എൻ രാമചന്ദ്രമേനോൻ്റെ ദാരുണവും അകാലവുമായ വിയോഗം ഹൃദയം തകർത്തു. ഭാര്യയോടും മകളോടും പേരക്കുട്ടികളോടും ഒപ്പം സമാധാനപരമായ ഒരു അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളെല്ലാം ഞെട്ടലിലും ദുഃഖത്തിലും ആഴ്ന്നിരിക്കുകയാണ്. അങ്ങേയറ്റം ഊഷ്മളതയും ജ്ഞാനവും അന്തസ്സുമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ അറിയുന്ന എല്ലാവരും വളരെയധികം സ്നേഹിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗം വ്യക്തിപരമായ ഒരു ദുരന്തം മാത്രമല്ല, നിരപരാധികളായ പൗരന്മാരുടെ ജീവിതത്തിൻ്റെ ദുർബലത കൂടിയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മോക്ഷം ലഭിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നമുക്ക് ശക്തി കണ്ടെത്താം എന്നാണ് അമ്മാവന് അനുശോചനം രേഖപ്പെടുത്തി ശങ്കർ കുറിച്ചത്. അതേസമയം എൻ രാമചന്ദ്രന് കണ്ണീരോടെയാണ് പ്രിയപ്പെട്ടവർ യാത്രാമൊഴിയേകിയത്. പൊതുദർശനത്തിന് ശേഷം ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. സംഘപരിവാർ പ്രവർത്തകർ ഗണഗീതം ചൊല്ലിക്കൊണ്ടാണ് രാമചന്ദ്രന് വിട നൽകിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ അന്തിമോപചാരം അർപ്പിക്കുവാൻ മങ്ങാട്ടെ വീട്ടിൽ എത്തിയിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.